പരയുടെ ദ്വൈതതന്ത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഏകത്വത്തിൻ്റെ തലമോ? അതറിയാൻ പിണ്ടാണ്ടമെന്ന ഞാനെന്ന പ്രതിഭാസത്തിലൂടെ തന്നെ ഒരു വ്യക്തി കടന്നു പോകണം. ആദ്യമായി താനാരാണെന്നറിയണം. താനാരാണെന്നറിയുന്നതാണ് സെൻറ്റർ പോയിൻ്റ്. അവിടെ നിന്നുകൊണ്ട് മാത്രമേ തന്നിൽ നിന്നും പുറപ്പെട്ടു വരുന്ന പ്രപഞ്ചത്തെ അവന് അറിയാൻ സാധിക്കുകയുള്ളൂ. താനാണ് ആരാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ സർവവും അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കും. അതിനാണ് ധ്യാനാത്മകമായി പോകുന്നത്. ഞാൻ ആരാണ് എന്നറിയുന്നതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് ഇൻറ്റേണലി ധ്യാനാത്മകമായി തന്നെ ഒരു യോഗി സഞ്ചരിക്കണം, ഒരു വ്യക്തി സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ചു വരുന്ന വ്യക്തിക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന രഹസ്യമാണ് സത്യം, ബ്രഹ്മാവസ്ഥ. ആ യോഗി ബ്രഹ്മാവസ്ഥയിലേക്ക് പോയി മറയുന്നു. ആ യോഗി പോകുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ദേവിയുടെ തലം, ത്രിഗുണാത്മിക, അവ്യക്തം, അവിടെ എത്തപ്പെടുന്ന യോഗി ആ മറ മുറിച്ച് നീക്കിക്കൊണ്ട് അത് ആ മറയെ ഇല്ലാതാക്കിക്കൊണ്ട് അന്ധകാരത്തിൽ നിന്നും തുര്യത്തിലേക്ക് വീഴും, തുര്യാവസ്ഥയിലോട്ട് പോകും. ആ തുര്യാവസ്ഥ ഈ അന്ധകാരത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ്. അതിനുമപ്പുറമാണ് തുര്യാതീതം എന്ന് പറയുന്ന ബ്രഹ്മാവസ്ഥ ഇരിക്കുന്നത്. അപ്പോൾ ഈ തുര്യാവസ്ഥയും കഴിഞ്ഞ് യോഗിക്ക് പോകണമെങ്കിൽ ധ്യാനാത്മകമായി തന്നെ പോകണം. തൻ്റെ ചിന്താമണ്ഡലത്തിൽ തൻ്റെ മനസ്സിലൂടെ പ്രവേശിച്ച് മനസ്സിനെ ഒടുക്കി ജീവൻ എന്താണെന്നറിയുമ്പോഴാണ് സർവപ്രപഞ്ചവും തന്നിൽ നിന്നാണ് പൊട്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആ യോഗി തിരിച്ചറിയുന്നത്. തന്നിൽ നിന്നാണ് സർവപ്രപഞ്ചവും വരുന്നത്. അപ്പോൾ താനാരാണ്? താൻ ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് പ്രപഞ്ചത്തിന് കാരണം. എന്നാൽ ബ്രഹ്മമാണോ പ്രപഞ്ചത്തിന് കാരണം? ശൂന്യതയ്ക്കും അപ്പുറം നിൽക്കുന്ന ബ്രഹ്മമാണ് പ്രപഞ്ചത്തിന് കാരണമെന്ന് പറയുമ്പോൾ ബ്രഹ്മമാണോ? അതെ, ചലിക്കാതെ ചലിക്കുന്നവനായ അൺമൂവ്ഡ് മൂവറായി നിൽക്കുന്ന ബ്രഹ്മമാണ്. അതിൽ ഊർജത്തിൻ്റെ അല്ലെങ്കിൽ മായയുടെ വിചാരങ്ങളാലാണ് പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നത്. ആ മായയുടെ ഒരു തലമാണ് അവ്യക്തം എന്ന് പറയുന്ന തലം. അവിടെയാണ് പ്രപഞ്ചം മുഴുവനും കിടക്കുന്നതും പുറത്തു വരുന്നത്. അത് എവിടെയാണ് അപ്പോൾ ഇരിക്കുന്നത്? യോഗിയുടെ മനസ്സിൻ്റെ ഉള്ളറകളിലാണ്. അത് തലച്ചോറിനകത്തൊന്നും വരെ. തലച്ചോറ് വെറും ആ മനസ്സിനെ തുറന്ന് കാണിക്കുന്നതിനുള്ള വെറുമൊരു ഉപകരണം മാത്രമാണ്. അതായത് ഇതിനെ മുഴുവനും അതിന് നമ്മൾ സ്വിച്ച് കൊടുക്കില്ലേ? സ്വിച്ച് കൊടുക്കുമ്പോൾ വെളിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ അകത്ത് കടക്കാനും അകത്തുള്ള ഇൻഫർമേഷൻ പുറത്ത് വരാനും. അപ്പോൾ ബ്രെയിനിലാണ് അത് മുഴുവനും ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുവഴിയാണ് നാം പ്രപഞ്ചം എന്ന് പറയുന്ന സബ് കോൺഷ്യസിലേക്ക് കടന്നു പോകുന്നത്. നമ്മുടെ മനസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ആ മനസ്സും ഈ മനസ്സും ഒന്ന് തന്നെ. ഈ വ്യക്തിയും സർവപ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വ്യക്തിത്വങ്ങളും ഒന്ന് തന്നെ. ആ ഏകതയിൽ ഈ യോഗി എത്തിച്ചേരുമ്പോൾ അവൻ ബ്രഹ്മമായി മാറുന്നു, പിന്നെ ഏകത്വമായി മാറുന്നു, പിന്നെ അവന് ജന്മം ഇല്ലാതെ ആകുന്നു.